Module 3 അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഗ്രേഡിയൻസ്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഇതിലെ പേര് പോലെ തന്നെ ഫസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സും ഗ്രേഡിയൻസും. സോ ഈ വീഡിയോയിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എന്താണ് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഇൻ ടു സ്പേസ്, ഫസ്റ്റ് ടു സ്പേസിലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പേര് പോലെ തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഇൻ സം ഡയറക്ഷൻ. ഈ ടു സ്പേസിലാണ് ആദ്യം പറയുന്നത്, അതായത് എക്സ് വൈ പ്ലെയിനിലെ കാര്യം. ഓക്കെ, സോ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ. ടു സ്പേസിലെ ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു ഡെറിവേറ്റീവ്. സോ അതിനെയാണ് ഡെറിവേറ്റീവ് വിത്ത് എ ഡയറക്ഷൻ, അതാണ് ശരിക്കും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം വെക്ടർ. ഓക്കെ, the directional derivative of f at the point p naught എന്ന് പറയുന്ന പോയിന്റ് ടു സ്പേസിലെ ഒരു പോയിന്റ് ആണ്, x naught y naught in the direction of the unit vector u is equal to u1i plus u2j. സോ അതാണ് ഇവിടെ പറയുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഞാൻ പറഞ്ഞു ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം വെക്ടർ ആണ്. സോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. The directional derivative of f at and that is evaluated at a point p naught x naught y naught, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം വെക്ടർ, കൂടാതെ അത് ഒരു പോയിന്റിൽ പെർട്ടിക്കുലർ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഡെഫിനിഷനും കൂടിയാണ് ഇവിടെ പറയുന്നത്. സോ ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദി പോയിന്റ് p naught that is x naught y naught ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മുടെ ഈ ഡെഫിനേഷനകത്ത് ഉപയോഗിക്കുന്ന വെക്ടർ ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതായത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് 1 ആണ്. So u is a unit vector u1i plus u2j. Length 1 means length of u എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ ആണ്. അത് 1 ആയിരിക്കണം. സോ അങ്ങനെയുള്ള വെക്ടർ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. Is denoted by, so directional derivative of f in the direction of u evaluated at the point x naught y naught. So അതാണ്, that is denoted by d. d for directional derivative ന്റെ d ആണ്. And directional derivative of f, so അതുകൊണ്ടാണ് d യു സഫിക്സിൽ യു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡയറക്ഷൻ ആണ് ഈ സഫിക്സിൽ എഴുതുന്നത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ യു അല്ലേ, സോ ആ യു സഫിക്സിൽ എഴുതും. ഡി യു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു, അതിനെ ഡി യു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്നാണ് എഴുതുന്നത്. ഓർ ഇങ്ങനെയും എഴുതും, ഡി എഫ് ബൈ ഡി എസ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എസ്, പിന്നെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിന്റെ സഫിക്സിൽ താഴത്ത് ഇങ്ങനെ എഴുതും യു കോമ പി നോട്ട്. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് യു, പി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് വാല്യുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് രണ്ടും കാണിക്കാനാണ് സഫിക്സിൽ യു കോമ പി നോട്ട് എന്ന് എഴുതുന്നത്. ഓക്കെ, ആൻഡ് ഈസ് ഡിഫൈൻഡ് ബൈ, ഇത് അതിന്റെ നൊട്ടേഷൻ ആണ് പറഞ്ഞത് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുള്ളത്. ഇനി അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ് താഴെ പറയുന്നത്. ഡി യു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ഡി ബൈ ഡി എസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ വൈ നോട്ട് പ്ലസ് എസ് യു ടു അറ്റ് എസ് ഈക്വൽ ടു 0. അതായത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ആണ്, എഫ് ഓഫ് എക്സ് വൈ. സോ വേരിയബിൾസ് എക്സും വൈ ആണ് ആ ഫംഗ്ഷൻ അതുള്ളത്. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിന് പകരം എന്ത് കൊടുക്കുക? എക്സിന് പകരം എഫ് ഓഫ്, ഇവിടെ നോക്കുക, എക്സിന് പകരം എക്സ് നോട്ട് ഈ പോയിന്റ് ഉപയോഗിച്ചു, എക്സ് നോട്ടും യു വണ്ണും, യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ചു. എക്സിന്റെ പ്ലേസിൽ എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ എന്നും വൈയുടെ പ്ലേസിൽ വൈ നോട്ട് പ്ലസ് എസ് യു ടു എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് വൈ കൊടുത്താൽ നമുക്ക് ഈ ഇത് എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ വൈ നോട്ട് പ്ലസ് എസ് യു ടു. എന്നിട്ട് എന്താണ് അതിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എസ് ഓഫ് ആ ഫംഗ്ഷൻ എടുക്കുക. ഇപ്പൊ ഇത് എസ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയില്ലേ, എക്സും വൈയും ഒക്കെ പോയിട്ട് ഇതിനകത്ത് വേരിയബിൾ ഇപ്പൊ എന്തായി? ഈ എക്സ് നോട്ട് യു വൺ ഒക്കെ നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ എസ് ആണ് ഇതിനകത്ത് വേരിയബിൾ. സോ എസ്സിലുള്ള ഒരു ഫംഗ്ഷൻ, ഇതിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എസ് ഓഫ് ദിസ് ഫംഗ്ഷൻ നമുക്ക് എടുക്കാൻ അറിയാം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? എസ് ഈക്വൽ ടു 0, അതാണ് സഫിക്സിൽ എസ് ഈക്വൽ ടു 0 കൊടുത്ത് ഡി ബൈ ഡി എസ് ഓഫ് ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവസാനം എസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അങ്ങനെയാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു കണ്ടുപിടിക്കുന്നത്. പ്രൊവൈഡഡ് ദ ഡെറിവേറ്റീവ് എക്സിസ്റ്റ്, ഈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഈ ഡെഫിനിഷൻ ഹോൾഡ് ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ലിമിറ്റ് ഉപയോഗിച്ചും ഇവാലുവേറ്റ് ചെയ്യാം. അതിന്റെ ഫോമിലാണ് താഴെ പറയുന്നത്. ദ റൈറ്റ് സൈഡ്, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ദ റൈറ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ 1 ഈസ് എ നമ്പർ. അതൊരു നമ്പർ ആണ്. കാരണം എന്താ? ഇതിന്റെ ഡെഫിനേഷനിൽ തന്നെ എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇവാലുവേറ്റഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. സോ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ അതിന്റെ വാല്യൂ ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന ക്വാണ്ടിറ്റി ഒരു നമ്പർ ആയിരിക്കും. കാരണം നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് എടുക്കുന്നു, ഇതിനകത്തൊരു വേരിയബിളേ ഉള്ളൂ എസ്. ആ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം എസിന് 0 കൊടുക്കുന്നു. സോ അപ്പൊ തന്നെ ഇനി വേരിയബിൾസ് ഒന്നും ഇല്ല. സോ ഒരു നമ്പർ ആയിരിക്കും കിട്ടുക ആൻസർ. Okay, the right side of equation 1 is a number and is determined by evaluating. So
ഇതിന്റെ റൈറ്റ് സൈഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഡി ബൈ ഡി എസ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് എസ് ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ലിമിറ്റ് ഈ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം is a number and is determined by evaluating limit s tends to 0 ഇവിടെ s ആയിരുന്നല്ലോ വേരിയബിൾ സോ ലിമിറ്റ് s tends to 0 എന്താണ് f of x naught plus su1 y naught plus su2 minus f of x naught y naught by s so ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി at s tends to 0 provided the limit exists so ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലിമിറ്റ് ഉപയോഗിച്ചും എന്താണ് du f of x naught y naught കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഈ ഫോമിൽ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം ഓക്കെ നമ്മൾ യൂഷ്വലി ലിമിറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് രീതി ചെയ്താലും കിട്ടും ഓക്കെ നെക്സ്റ്റ് ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണ് ജോമെട്രിക്കലി du f of x naught y naught is the slope of the surface z equal to f of xy നിങ്ങൾക്ക് ഡെറിവേറ്റീവ് നമ്മൾ ഡെറിവേറ്റീവ് പഠിക്കുമ്പോൾ അതിന്റെ മീനിങ് പഠിക്കുന്നുണ്ടല്ലോ എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക നമുക്ക് സ്ലോപ്പാണ് തരുന്നത് dy by dx is the slope എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് സോ അതേപോലെ തന്നെ ഇവിടെ ഡെറിവേറ്റീവ് ആണ് അതിനൊരു ഡയറക്ഷനും കൂടി ഉണ്ട് സോ അതുകൊണ്ട് സ്ലോപ്പ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ആണ് ഇവിടെ കിട്ടുക അത്രേ ഉള്ളൂ വ്യത്യാസം ഓക്കെ ഡെറിവേറ്റീവ് മീൻസ് സ്ലോപ്പ് അത് തന്നെയാണ് ഇവിടെയും വരിക ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്ലോപ്പ് ഇൻ എ ഡയറക്ഷൻ ഓഫ് ദിസ് വെക്ടർ യു ഓക്കെ സോ du f of x naught y naught is the slope of the surface ഏത് സർഫസിന്റെ സ്ലോപ്പ് ആണ് f of xy എന്ന് പറയുന്ന സർഫസ് അതിന് z എന്ന് കൊടുക്കുന്നു of the surface z equal to f of xy in the direction of u at the point ഇത് du f of x naught y naught എന്ന് x naught y naught എന്ന് പറയുന്ന പോയിന്റിലല്ലേ ഇവാലുവേറ്റ് ചെയ്യുന്നത് സോ ഇതെന്ന് പറയുന്ന സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു അറ്റ് ദി പോയിന്റ് ഇൻ 3 സ്പേസ് ആണ് x naught y naught z equal to f of xy എന്നാണ് കൊടുത്തത് സോ ഇവിടെ എന്താണ് z എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ x naught y naught കൊടുത്ത് എന്ത് കിട്ടും f of x naught y naught കിട്ടും സോ z ന് പകരം എന്ത് കൊടുക്കുന്നു f of x naught y naught സോ നമുക്ക് സ്ലോപ്പ് ഓഫ് ദിസ് സർഫസ് z equal to xy കിട്ടും ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു അറ്റ് ദി പോയിന്റ് ഈ പോയിന്റ് ആയിരിക്കും നമുക്ക് ആ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കലി പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദിസ് സർഫസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഇവാലുവേറ്റഡ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ആണ് നമുക്ക് അവിടെ കിട്ടുക ഓക്കെ നമുക്ക് പ്രോബ്ലംസ് നോക്കാം ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f of xy is equal to x square plus xy at p naught 1 2 in the direction of the unit vector u is equal to 1 by root 2 I plus 1 by root 2 j നിങ്ങളൊരു പ്രോബ്ലം തന്നാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ അതുണ്ട് അതേപോലെ x naught p naught എന്ന് പറയുന്ന പോയിന്റ് x naught y naught സോ അതുണ്ട് 1 2 x naught is 1 y naught is 2 യൂണിറ്റ് വെക്ടർ u ഉണ്ടായിരിക്കണം അതിനെ u1 i plus u2 j എന്നാണ് നമ്മൾ ജനറൽ ഡെഫിനിഷനിൽ പറഞ്ഞത് ഓക്കെ u1 i plus u2 j ഈ u1 u2 ഒക്കെ നമുക്ക് വേണം കാരണം നമ്മൾ ഈ ഫോമിലാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സോ ഇതിനകത്ത് x naught y naught u1 ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണം ഓക്കെ u1 u2 സോ അതെല്ലാം ഉണ്ട് ഇവിടെ x naught y naught എന്ന് പറയുന്നത് 1 2 ആണ് x naught is 1 y naught is 2 u1 is 1 by root 2 u2 is 1 by root 2 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നിരിക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് വെക്ടർ ആണ് സോ ഇതിന്റെ ലെങ്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ലെങ്ത് നിങ്ങൾ നോക്കിയാലും ഈ വെക്ടറിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക റൂട്ട് ഓഫ് 1 by root 2 the whole square plus 1 by root 2 the whole square that is എന്ത് വരും റൂട്ട് ഓഫ് 1 by 2 plus 1 by 2 that is root 1 that is 1 സോ ലെങ്ത് 1 തന്നെയാണ് വരുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ തന്നിരിക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ നമ്മൾ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ട് സോ അങ്ങനത്തെ പ്രോബ്ലം ചെയ്യുന്നുണ്ട് നമുക്ക് അത് അന്നേരം പറയാം സോ ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ് ഡി യു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇവിടെ എന്താണ് 1 2 that is equal to ഫോമിൽ എഴുതി കൊടുക്കുന്നു ലിമിറ്റ് s tends to 0 f of x naught plus su1 y naught plus su2 minus f of x naught y naught by s so that is limit s tends to 0 f of x naught എന്ന് പറയുന്നത് 1 ആണ് u1 എന്ന് പറയുന്നത് 1 by root 2 so 1 plus s into 1 by root 2 plus y naught is 2 u2 is 1 by root 2 so 2 plus s into 1 by root 2 minus f of x naught y naught that is f of 1 2 by s so ഇവിടെ നമുക്ക് എന്താണ് f of ഈ ഫംഗ്ഷൻ എഫ് ഓഫ് 1 പ്ലസ് എസ് ബൈ റൂട്ട് 2 2 പ്ലസ് എസ് ബൈ റൂട്ട് 2 ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ആണ് അവിടെ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം 1 പ്ലസ് എസ് ബൈ റൂട്ട് 2 വൈയുടെ പ്ലേസിൽ 2 പ്ലസ് എസ് ബൈ റൂട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും ഓക്കെ സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്നാണ് സോ അതുകൊണ്ട് തന്നെ ഇതെന്താവും ഫസ്റ്റ് ഫംഗ്ഷൻ 1 plus x square x in place to 1 plus s by root 2 so 1 plus s by root 2 the whole square plus xy ആണ് so 1 plus s by root 2 into 2 plus s by root 2 minus f of 1 2 so അതെന്താണ് f of 1 2 f of xy ലെ x ന്റെ പ്ലേസിൽ 1 ഉം y യുടെ പ്ലേസിൽ 2 ഉം കൊടുക്കുക so 1 square plus 1 into 2 എന്ന് കിട്ടും minus 1 square plus 1 into 2 whole divided by s that is limit s tends to 0 ഈ 1 plus s by root 2 the whole square ഇവിടെ expand ചെയ്തിരിക്കുകയാണ് plus ഈ 1 plus s by root 2 into 2 plus s by root 2 multiply ചെയ്ത് simplify ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 2 plus 3s by root 2 plus s square by 2 minus ഇവിടെ 1 plus 2 വരും that is 3
സോ നെക്സ്റ്റ് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1+2 ഉണ്ട് ഈ രണ്ട് ബ്രാക്കറ്റിലും. സോ അത് 3 ആവും, -3 ക്യാൻസൽ ആയി പോകും. നെക്സ്റ്റ് 2s/√2 + 3s/√2 5s/√2. നെക്സ്റ്റ് s²/2 + s²/2 s² ആവും ബൈ എസ്. സോ ഈ എസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്ത് കിട്ടും? ലിമിറ്റ് എസ് ടെൻസ് ടു 0 5/√2 + s എന്നാവും. ഇനി ലിമിറ്റ് എസ് ടെൻസ് ടു 0 അപ്ലൈ ചെയ്യാം. എസ് ടെൻസ് ടു 0 ആകുമ്പോൾ ഈ എസ് 0 ആവും. ആൻസർ എന്ത് കിട്ടും? 5/√2. സോ ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ. ഇതൊരു നമ്പർ ആണ് കിട്ടുന്നത് നമുക്ക്. ഓക്കെ. So next question നോക്കാം. f of xy is equal to xy. Find du f of 1, 2 where u is equal to √3/2i plus 1/2j. So നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പോയിന്റ് തന്നിട്ടുണ്ട്, 1, 2 ആണ്, x0 y0. u തന്നിട്ടുണ്ട്. u യൂണിറ്റ് വെക്ടർ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ ലെങ്ത് ഓഫ് u ഒന്ന് മനസ്സിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, അല്ലെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, ഇത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ടാണ്. എന്ത് വരും? √3/2 the whole square plus 1/2 the whole square. √3/2 square എന്ത് വരും? 3/4 plus 1/2 square 1/4. 3/4 plus 1/4 എന്താണ്? 4/4, that is 1. So root of 1 ആണ്, 1 ആണ് വരുന്നത്. So length 1 ആണ്, യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ x0 y0 is 1, 2 ഇവിടെ. പിന്നെ u1 എന്ന് പറയുന്ന ഐയുടെ കോഷ്യന്റ്, √3/2, u2 is 1/2. So du f of 1, 2 limit s tends to 0 f of x0 plus su1 y0 plus su2 minus f of x0 y0 by s. x0 is 1, so 1 plus s into u1 is √3/2, s into √3/2 plus y0 is 2, 2 plus s into u2 is 1/2 minus f of x0 y0, that is f of 1, 2 by s. And f of xy is xy. So അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. എന്താണ്? f of 1 plus s √3/2, 2 plus s by 2 ന് എന്താണ്? f of xy ആണ്. സോ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ആവും. സോ 1 plus √3/2 s into 2 plus s by 2, okay, minus f of 1, 2 എന്ത് വരും? xy. So 1 into 2 by s. സോ ഇത് സിംപ്ലിഫൈ ചെയ്യാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 plus s by 2 plus √3s plus √3/4 s square കിട്ടും. മൈനസ് 1 into 2 is 2 by s. സിംപ്ലിഫൈ ചെയ്യുന്നു. 2 minus 2 ക്യാൻസൽ ആയി പോകും. സോ s by 2 plus √3s plus √3/4 s square by s. സോ എന്താണ്? ഈ രണ്ട് ടേംസിൽ നിന്ന് s എല്ലാ ടേമിൽ നിന്നും ക്യാൻസൽ ആവും. സോ എന്ത് വരും? ലിമിറ്റ് s tends to 0 1/2 plus √3 plus √3/4s. ലിമിറ്റ് s tends to 0 അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ടേം 0 ആയി പോകും. സോ 1/2 plus √3 എന്ന് കിട്ടും. സോ ഇതാണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ കണ്ടത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഇൻ ടു സ്പേസ് ആയിരുന്നു നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഇൻ ടു സ്പേസ് ആണ് നമ്മൾ കണ്ടത്. ടു സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ പോയിന്റ് എടുത്ത് x0 y0 രണ്ട് കോർഡിനേറ്റ്സേ ഉള്ളൂ. അതേപോലെ ഈ വെക്ടറിനും ഐയുടെയും ജെയുടെയും കമ്പണൻസ് മാത്രമേ ഉള്ളൂ. ഇനി ത്രീ സ്പേസിൽ വരുമ്പോൾ ഇതേ റിസൾട്ട് തന്നെ. എന്ത്? പോയിന്റ് എന്താവും? x0 y0 z0 എന്നാവും. വെക്ടർ എന്താവും? യൂണിറ്റ് വെക്ടർ u1i plus u2j plus u3k എന്നാവും. ഓക്കെ, ഈ ഫോർമുല പോലെ തന്നെ വരും. ഇവിടെ ഒരു z0 പ്ലസ് su3 എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരും. ഓക്കെ, അതേപോലെ ലിമിറ്റിന്റെ ടേംസിൽ എഴുതുമ്പോഴും എന്താണ്? ഈ ഫംഗ്ഷൻ ഒരു എന്താണ്? f of x0 plus u1 y0 plus su2 z0 plus su3 മൈനസ് f of x0 y0 z0 എന്ന് കൂടി വരും. ഓക്കെ, അത്രേ ഉള്ളൂ വ്യത്യാസം. ഒരു കമ്പണന്റ് കൂടെ ആ ഫംഗ്ഷന് വരും. അതായത് ടു സ്പേസിലെ ഫംഗ്ഷൻ മാറും, ത്രീ സ്പേസിലെ ഫംഗ്ഷൻ ആവും. അത്രേ ഉള്ളൂ വ്യത്യാസം. So directional derivative in three space. The directional derivative of f at p0 x0 y0 z0 in the direction of the unit vector u is equal to u1i plus u2j plus u3k is ഇതെങ്ങനെ ഡിനോട്ട് ചെയ്യും? du f of x0 y0 z0 കൂടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ നൊട്ടേഷൻ അതുപോലെ തന്നെയാണ്. df by ds എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് u at p0, അത് അതുപോലെ തന്നെ കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു d by ds. ഡെറിവേറ്റീവ് ഉപയോഗിച്ച് എഴുതുന്ന ഡെഫിനേഷൻ എന്ത് വരും? d by ds of f of x0 plus su1 y0 plus su2 ഞാൻ പറഞ്ഞ ഒരു കോർഡിനേറ്റും കൂടെ വരും. z0 plus su3 at s equal to 0 provided the derivative exists. ലിമിറ്റിന്റെ ടേംസിൽ എഴുതിയത് this is equal to എങ്ങനെ എഴുതാം? ലിമിറ്റ് s tends to 0 f of x0 plus su1 y0 plus su2 ഒരു കമ്പണന്റ് കൂടെ വരും. z0 plus su3 minus f of x0 y0 z0 കൂടി വരും by s provided this limit exists. Okay. ഇനി നമ്മൾ ഇതിൽ ത്രീ സ്പേസിലെ പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു കമ്പണന്റും കൂടെ ഫംഗ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. സോ അതിനകത്ത് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് പെട്ടെന്ന് ഇപ്പം നമ്മൾ ലിമിറ്റ് ഉപയോഗിച്ചാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അതൊരു ലെങ്തി ലിമിറ്റ് കണ്ടുപിടിക്കണം. എസിൻ്റെ ടേംസിലേക്ക് ഫംഗ്ഷൻ ആകും. സോ ഇച്ചിരി ഒരു ലെങ്തി പ്രോസസ്സാണ്. സോ അതിനേക്കാൾ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് നെക്സ്റ്റ് പറയുന്നത്. So method for evaluating directional derivatives easily. സോ അതിൽ ഫസ്റ്റ് തിയറം പറയുന്നത് ടു സ്പേസിലെ ആ ഫോമുലയാണ്. ഈ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫോമുലയാണ് പറയുന്നത്. ഓക്കെ, സോ തിയറം 1 നോക്കാം. ഇൻ ടു സ്പേസ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് x0 y0, സോ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം x0 y0 എന്ന് പറയുന്ന പോയിന്റ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ചോദിക്കൂ. ഓക്കെ, കാരണം എന്താ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മീൻസ് ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം വെക്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും.
So if f of xy is differentiable at x0 y0 and if u is equal to u1i plus u2j is a unit vector. ശ്രദ്ധിക്കണം ഡയറക്ഷൻ ഡെറിവേറ്റീവ് പറയുമ്പോൾ എപ്പോഴും എടുക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ്. Then the directional derivative du f of x0 y0 exists and is given by. So അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗ്ഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമുല. du f of x0 y0 is equal to fx. fx എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ f of xy എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു x. സോ fx ഓഫ് x0 y0 എന്നിട്ട് fx എവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു? x0 y0, അതായത് എക്സിന്റെ പ്ലേസിൽ x0 വൈയുടെ പ്ലേസിൽ y0 കൊടുത്ത് fx കണ്ടുപിടിക്കുന്നതാണ് fx ഓഫ് x0 y0 into u1 plus fy. Fy is the partial derivative of f with respect to y. That is evaluated at x0 y0 into u2. സോ ഇതാണ് ഫോർമുല. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. ലിമിറ്റ് ഒന്നും എടുത്ത് കണ്ടുപിടിക്കേണ്ട അത്രയും പാട് വരുന്നില്ല. So du f of x0 y0 is fx of x0 y0 into u1 plus fy of x0 y0 into u2. ഓക്കെ, നെക്സ്റ്റ് തിയറം 2. അതായത് ഇതേ റിസൾട്ട് തന്നെ 3 സ്പേസിൽ പറയാൻ പോവാണ്. 3 സ്പേസിൽ പറയുമ്പോൾ എന്തും കൂടി വരും? fx into u1 plus fy into u2. അങ്ങനെയാണെങ്കിൽ എന്തും കൂടെ വരും? fz into u3. അത്രേ ഉള്ളൂ വ്യത്യാസം. So in 3 space, if f of xyz is differentiable at x0 y0 z0 and if u is equal to u1i plus u2j plus u3k is a unit vector, then the directional derivative du f of x0 y0 z0 exists and is given by du f of x0 y0 z0 is fx of x0 y0 z0 into u1 plus fy of x0 y0 z0 into u2 plus fz of x0 y0 z0 into u3. So അതും കൂടെ വരുമെന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമ്മളിത് രണ്ടാമത് ചെയ്ത ഡയറക്ഷൻ ഡെറിവേറ്റീവ് ലിമിറ്റ് ഉപയോഗിച്ച് കണ്ട സെക്കൻഡ് പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ഇത് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, വളരെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കിട്ടുന്നത്. ഒരു 2-3 സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് du f of 1 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x0 y0 അവിടെ തന്നിട്ടുണ്ട്. f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ xy ആൻഡ് u എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ്. നോക്കിയാൽ നമ്മൾ നേരത്തെ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കിയതാ 1 ആണ് വരുന്നത്. സോ u is √3/2i plus 1/2j. സോ തന്നിരിക്കുന്ന എടുത്തിരുന്നു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് വൈ, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് 1 2. ഇനി എഫ് എക്സ് കണ്ടുപിടിക്കുന്നു, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ വൈ അവിടെ കോൺസ്റ്റന്റ് ആണ്. സോ വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1. സോ എഫ് എക്സ് ഈസ് വൈ. ഇനി അടുത്ത എഫ് വൈ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. സോ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. സോ എക്സ് വരും. ഇനി എന്ത് വേണം? ആ പോയിന്റിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യണം. അതല്ലേ ഫോർമുല? fx of x0 y0 into u1 plus fy of x0 y0 into u2. So fx fy കണ്ടുപിടിച്ചു. ഇനി അത് ആ x0 y0 എന്ന് പറയുന്ന പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യണം. സോ എന്ത് കിട്ടും? fx of x0 y0 1 2 ആണ്. fx of 1 2 കണ്ടുപിടിക്കാൻ fxൽ എന്ത് ചെയ്താൽ മതി? x ഉണ്ടെങ്കിൽ അതിന് 1 കൊടുക്കുക, y ഉണ്ടെങ്കിൽ 2 കൊടുക്കുക. സോ y മാത്രമേ ഉള്ളൂ. സോ 2. അതേപോലെ fy of 1 2, xന് 1 yക്ക് 2 കൊടുക്കുന്നു. സോ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി u1 തന്നിരിക്കുന്ന വെക്ടറിൽ നിന്ന് u1 √3/2, u2 is 1/2. ഇനി du f of 1 2 ആ ഫോർമുല അപ്ലൈ ആണ്. fx of 1 2 into u1 plus fy of 1 2 into u2. fx of 1 2 is 2 into u1 is √3/2 plus fy of 1 2 is 1 into u2 is 1/2. സോ എന്ത് കിട്ടും? √3 plus 1/2 എന്ന് കിട്ടും. സോ ഇത് വളരെ എളുപ്പമാണ് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find the directional derivative of f of xy is equal to e raised to xy at -2 0 in the direction of the unit vector that makes an angle of pi/3 with the positive x-axis. സോ ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് കണ്ടുപിടിക്കാനാണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് തന്നിട്ടുണ്ട്, -2 0. യൂണിറ്റ് വെക്ടർ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ. ആ യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് മേക്സ് ആൻ ആംഗിൾ pi/3 വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. സോ ആ ഈ ക്ലൂവിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, എന്തായാലും ബാക്കി നമുക്ക് നോക്കാം. എക്സ് നോട്ട് വൈ നോട്ട് -2 0. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് വൈ ആയിരുന്നു. എഫ് എക്സ് കണ്ടുപിടിക്കുന്നു, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ എന്ത് വരും? ഇ റൈസ് ടു സംതിങ്, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് അല്ലേ. സോ ഇ റൈസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് അത് തന്നെ വരും, ഇൻറ്റു എക്സ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് അതെന്ത് വരും? വൈ വരും. വൈ ഇൻറ്റു 1 ആണ്. സോ വൈ വരും. സോ എഫ് വൈ എടുത്ത് എന്ത് വരും? ഇ റൈസ് ടു എക്സ് വൈ ഇൻറ്റു എക്സ് വരും. ഇനി അറ്റ് ദ പോയിന്റ് -2 0 ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. എഫ് എക്സ് ഓഫ് -2 0. സോ ഇതെന്ത് വരും? ഇ റൈസ് ടു -2 ഇൻറ്റു 0. സോ ഇ റൈസ് ടു 0 1 ആയി ഇൻറ്റു വൈ ഇൻറ്റു 0. സോ ദാറ്റ് ഈസ് 0. എഫ് വൈ ഓഫ് -2 0 അതേപോലെ എന്താണ്? ഇ റൈസ് ടു -2 ഇൻറ്റു 0. ഇ റൈസ് ടു 0 1 ആയി ഇൻറ്റു എക്സ്. സോ 1 ഇൻറ്റു -2 ദാറ്റ് ഈസ് -2 വരും. ഇനി യു എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടീഷൻ ഇതാണ് തന്നെ. ഗിവൺ ദ യൂണിറ്റ് വെക്ടർ യു, അതിനെ യു എന്ന് വിളിച്ചു ഞാൻ, മേക്സ് ആൻ ആംഗിൾ pi/3 വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. സോ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നാൽ ജനറലി ആ വെക്ടറിനെ എഴുതുന്നത് ഇങ്ങനെയാണ്: കോസ് ഓഫ് ദാറ്റ് ആംഗിൾ.
കോസ് ഓഫ് ഇവിടെ ആംഗിൾ പൈ അല്ലെങ്കിൽ കോസ് ഇപ്പൊ തീറ്റ ആണെന്ന പോസിറ്റീവ് എക്സ് ആക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എങ്കിൽ കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ എന്നായിരിക്കും ആ യൂണിറ്റ് വെക്ടർ എടുക്കുക. ഇവിടെ പൈ ബൈ 3 ആണ്. സോ അതുകൊണ്ട് എങ്ങനെ എടുക്കും? കോസ് പൈ ബൈ 3 ഐ പ്ലസ് സൈൻ പൈ ബൈ 3 ജെ. ഇനി നിങ്ങൾ നോക്കി അറിയാം ഇത് യൂണിറ്റ് വെക്ടർ ആണ്. കാരണം എന്താണ്? റൂട്ട് ഓഫ് ഐയുടെ ജെയുടെ കമ്പണൻസിന്റെ സ്ക്വയർ എടുക്കുന്നു. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ പൈ ബൈ 3 പ്ലസ് സൈൻ സ്ക്വയർ പൈ ബൈ 3. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. സോ റൂട്ട് ഓഫ് 1 ദാറ്റ് ഈസ് 1. ലെങ്ത് 1 ആയിരിക്കും. ഇനി കോസ് പൈ ബൈ 3 അതായത് പൈ ബൈ 3 60. കോസ് 60 1 ബൈ 2 ആണ്. സൈൻ 60 റൂട്ട് 3 ബൈ 2 ആണ്. സോ യു ഇസ് 1 ബൈ 2 ഐ പ്ലസ് റൂട്ട് 3 ബൈ 2 ജെ എന്ന് കിട്ടും. സോ ഹിയർ u1 is 1 by 2, u2 is root 3 by 2. So du f of minus 2 0 എങ്ങനെ ചെയ്യും? fx of minus 2 0 into u1 plus fy of minus 2 0 into u2. fx at fy minus 2 0 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. u1 u2 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ മൈനസ് റൂട്ട് 3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ 3 സ്പേസിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the directional derivative of f of x y z is equal to x square y minus y z cube plus z at the point 1 minus 2 0 in the direction of the vector a is equal to 2y plus j minus 2k. So f of x y z function ഉണ്ട്. Point x naught y naught z naught ഉണ്ട്. ഇനി in the direction of the vector a ആണ് തന്നിരിക്കുന്നത് 2y plus j minus 2k. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഇത് യൂണിറ്റ് വെക്ടർ അല്ല. in the direction of a യൂണിറ്റ് വെക്ടർ ആയിരിക്കണം നമ്മൾ ഏത് ഫോമില നമ്മൾ എളുപ്പമുള്ള മെത്തേഡിലുള്ള ഫോമിലാണെങ്കിലും ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡിലാണെങ്കിലും വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ്. രണ്ടും എടുത്തു നോക്കുക. രണ്ട് തീർത്തിലും വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ വെക്ടറിന്റെ നമ്മൾ ലെങ്ത് നോക്കിയാൽ ഇത് പക്ഷേ യൂണിറ്റ് വെക്ടർ അല്ല. സോ ഈ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം നമുക്ക്. സോ അത് ചെയ്തു വരുമ്പോൾ ഞാൻ പറയാം. സോ ആദ്യം എന്താണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുന്നു. എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഫസ്റ്റിന്റെ എന്ത് വരും? സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x y കോൺസ്റ്റന്റ് ആണ്. സോ 2xy. അടുത്ത രണ്ട് ടേംസിലും x ഇല്ല. സോ അതിന്റെ ഡെറിവേറ്റീവ് 0. സോ എഫ് എക്സ് ഇസ് 2xy. ഇനി എഫ് വൈ ചെയ്താൽ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ എടുക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതേപോലെ എഫ് ഇസഡ് കണ്ടുപിടിക്കുന്നത്. എഫ് ഇസഡ് കണ്ടുപിടിച്ചാൽ എന്താണ്? ഫസ്റ്റ് ടേമിൽ ഇസഡ് ഇല്ല. സോ ഡെറിവേറ്റീവ് 0. അടുത്ത ടേമിൽ മൈനസ് വൈ കോൺസ്റ്റന്റ് ആണ്. മൈനസ് വൈ ഇൻറ്റു 3 സെഡ് സ്ക്വയർ. സോ അതെന്ത് വരും? മൈനസ് 3 ബൈ സെഡ് സ്ക്വയർ. സെഡിന്റെ ഡെറിവേറ്റീവ് 1. സോ അങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി എഫ് ഇസഡും ആ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യണം. 1 മൈനസ് 2 0. സോ അങ്ങനെ മൂന്നിന്റെയും ആൻസർ കിട്ടി. ഇനി അടുത്തത് ഞാൻ ഈ എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ അല്ല. കാരണം ലെങ്ത് ഓഫ് എ കണ്ടുപിടിച്ചാൽ എന്ത് വരും? എ ഇസ് 2i plus j minus 2k. സോ കമ്പണൻസിന്റെ സ്ക്വയർ എടുക്കുക. എന്ത് വരും? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ. സോ അതാണ് ലെങ്ത് ഓഫ് എ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ലെങ്ത് ഓഫ് എ ഇസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ. എന്ത് വരും? റൂട്ട് ഓഫ് 4 പ്ലസ് 1 പ്ലസ് 4 റൂട്ട് 9 വരും. ദാറ്റ് ഈസ് 3 നോട്ട് ഈക്വൽ ടു 1. സോ ലെങ്ത് 1 അല്ല. സോ എ ഇസ് നോട്ട് എ യൂണിറ്റ് വെക്ടർ. അങ്ങനെ ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ആയിട്ട് ഞാൻ യു എന്ന് പറഞ്ഞെടുക്കുകയാണ്. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഇസ് യു എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ബൈ ലെങ്ത് ഓഫ് എ ചെയ്താൽ മതി. സോ തന്നിരിക്കുന്ന വെക്ടർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2i plus j minus 2k. ലെങ്ത് ഓഫ് എ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 3 എന്ന് കിട്ടി. സോ 3 കൊടുക്കുന്നു. സോ എന്ത് ചെയ്യണം? ഓരോ കമ്പണിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 2/3i പ്ലസ് 1/3j മൈനസ് 2/3k എന്ന് കിട്ടും. സോ ഇതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. സോ ഇതിന്റെ കമ്പണൻസ് വേണം u1 u2 u3 എന്ന് എടുക്കാൻ. സോ u1 is 2/3, u2 is 1/3 and u3 is minus 2/3. ഇനി ജനറൽ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എളുപ്പമുള്ള ഫോമുലയാണ്. So du f of 1 minus 2 0 is fx of 1 minus 2 0 into u1 plus fy of 1 minus 2 0 into u2 plus fz of 1 minus 2 0 into u3. So ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സോ ആൻസർ -3 എന്ന് കിട്ടും. ഓക്കെ.